അതിന് ഹൈറ്റിന് ഇപ്പൊ എന്തെടുക്കുക? എന്റെ ഒരു സ്റ്റൂളുണ്ട്, അത് പോയി എടുത്തോണ്ടിരാ. കമോ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്, വെൽക്കം ബാക്ക്. എന്ന് ഞാൻ കാലത്ത് തന്നെ പണിയാണ്. എന്ന് ഞാൻ പറയുമ്പോൾ ടൈം 12 ഗൈസ്. ഇപ്പൊ എന്റെ കൂടെ ഒരാളുടെ ഉണ്ട്, കാണിച്ചു തരാം. എന്തൊരു നാക്കും വിളിയിട്ട് ഉറങ്ങണ്. എന്റെ ദൈവമേ, ഉറങ്ങിക്കോ. ഭാർഗവ് എവിടെ കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഷോർട്സ് ഷൂട്ട് ചെയ്യണം ഗൈസ്. അപ്പൊ അതിന് സാധനങ്ങൾ വാങ്ങണം. അപ്പൊ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാൻ കടയിലോട്ട് പോയാണ്. സാധനങ്ങൾ ഞാൻ മാറ്റിട്ട് വരുമ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് വ്ളോഗ് ഷൂട്ട് ചെയ്തായിരുന്നു ഗൈസ്. അപ്പൊ നിങ്ങൾ അത് പോയി കണ്ടിട്ടോ. ഇന്നലെ രാത്രി പെയ്ത മഴയിലുള്ള വെള്ളമാണ് ഗൈസ്. രാവിലെ ഞാൻ തോട്ടിലോട്ട് ഇറങ്ങി വന്നതാണ് ഗൈസ് വെള്ളമാക്കാൻ വേണ്ടി. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ വന്ന് നോക്കിയാണ്. അപ്പം വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒലിച്ചു പോയി. കുറച്ച് വെള്ളം മാത്രമേ തോട്ടിൽ നിൽക്കണുള്ളൂ. ആ ഒരു റേഞ്ചിന് മഴ പെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും. ഈ വരമ്പ് മൊത്തം ഇവിടെ ഫുള്ള്, ഈ ഏരിയ ഫുള്ളാ വെള്ളമായിരിക്കും. ഇവിടുന്ന് പറഞ്ഞ വെള്ളം നേരെ കണ്ടില്ലേ, ഈ ചാല കണ്ടില്ലേ, ഈ ചാലിനകത്ത് ഇറങ്ങി. ഇവിടുന്ന് ഇറങ്ങി നേരെ അങ്ങ് അറ്റം പോയിട്ട് പിന്നെ അവിടുന്ന് ഒരു ചാലുണ്ട്, കാണിച്ചു തരാം. അത് അവിടുന്ന് നേരെ വന്നിട്ട് പിന്നെ ആ ചാല് വഴി നേരെ ഇതുവഴി വരും. ഇതിന്റെ അപ്പുറമാണ് പിന്നെ തോടെന്ന് പറയുന്നത്. ഇതിലേ കൂടെ നേരെ തോട്ടി പോകും. അത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ തോട്ടിൻ്റെ സൈഡിൽ എത്തി കാണിച്ചു തരാം. ഈ ഒരു പൈപ്പ് ഇട്ടിരിക്കണ്ടില്ലേ, ആ ചാലിന്ന് പറഞ്ഞ വെള്ളമാണ് പിന്നെ ഇവിടെ വന്ന് ഇറങ്ങണം. ഇപ്പോഴും അവിടെ വെള്ളം നിറഞ്ഞാലും നേരെ അവിടുന്ന് കറങ്ങി വന്ന് നേരെ ഈ തോട്ടി വരാനുള്ള സിസ്റ്റം. ആ വരമ്പിന്റെ അവിടെ വെള്ളം നിൽക്കില്ല. അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാം. ബൈക്ക് മാത്രമേ പിന്നെ എന്റെ വഴി കൂടെ വീട്ടിലോട്ട് വരുള്ളൂ, കാറൊന്നും വരില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. കാർ എടുക്കുന്ന ടൈമിൽ പണിയായിരിക്കും. ഞാൻ ഇത് കണ്ട റംബൂട്ടാൻ കിടക്കണം. വീട്ടിലെ റംബൂട്ടാൻ കാച്ചിരിക്കുകയാണ് ഗൈസ്, കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ടാണ് പോകണം. അപ്പോൾ അതാ ഇതാണ് മരം കേട്ട. കണ്ട, ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂല. ഇത് കണ്ട നിറച്ച് നിൽക്കുകയാണ്. ഞാൻ ഇതിന്റെ നടുക്കാണ് നിൽക്കണം. മോൻ മാറ്റിക്കോട്ടെ. അയ്യോ, ഓക്കെ. ഏറ്റവും താഴത്തെ പോർഷനിലുള്ള ഇങ്ങനെ കൊമ്പ് ഇളവി കിടക്കണം, അതിൽ തൂങ്ങി കിടക്കണത് ഇത് നമ്മൾ പറയാം. എനിക്ക് അധികമൊന്നും വേണ്ട കേട്ടോ, ഒന്ന് മതി തൽക്കാലത്തേക്ക്. പഴുക്കട്ട്. ഇത് മതി, ഇതിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ പകുതി പൊളിച്ചെടുത്ത് കൈസ്. ഇനി കഴിച്ചു നോക്കാം കൈസ്. പുളിപ്പ് കൈസ്, പുളിപ്പ്. അതിന്റെ ഇടയിൽ കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരം കൂടെ ഉണ്ട്. ഏകദേശം ഒരു 3-4 കൊല്ലത്തിന് മുമ്പാണ് ഈ സംഭവം നട്ടിട്ട് അന്ന് ഞാൻ വിചാരിച്ചില്ല. അന്ന് 1 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന എന്തോ പറഞ്ഞാണ് ഈ റംബൂട്ടാൻ നട്ടിട്ട് ഇപ്പം 3-4 കൊല്ലം കഴിഞ്ഞു. 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ വന്നപ്പോൾ നല്ല ഹെവി ആയിട്ട് വന്നു. അതൊരു ടേസ്റ്റ് ഉണ്ട്. ഇതിൽ തന്നെ 2 ഐറ്റം ഉണ്ട് ഗൈസ്. അതായത് വരിക്കയുണ്ട്, കൂഴയുണ്ട്. ഇവിടെ നിൽക്കുന്ന കൂഴയാണ്. വരിക്കയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലത് പഴുത്താലേ കൊള്ളാവും. നമ്മൾ ഈ പച്ചയ്ക്ക് ആകുമ്പം ഭയങ്കര പുളിപ്പാണ്. പുളിപ്പ് ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരമാണ്. കുഴപ്പമില്ല, കഴിക്കാനൊക്കെ പറ്റും. പിന്നെ റംബൂട്ടാൻ അച്ചാറിടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ്. പിന്നെ അയ്യോ, എഡിറ്റ് ചെയ്യണ്ട ഇനി. എന്റെ ദൈവമേ, ഇനി എഡിറ്റ് ചെയ്യൊക്കെ കൂടെ പണി. എഡിറ്റ് ചെയ്ത് തീർന്നാലേ ഇന്നത്തെ പണി കഴിയുള്ളൂ. അപ്പൊ ഞാൻ പോയി എഡിറ്റ് ചെയ്തിട്ട് വരാം കൈ. ഓക്കെ, ഇതാണ് സംഭവം. ഇതിനകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം ആയിരിക്കും, പറയാൻ പറ്റുമല്ലോ. ഈ കാർഡ് എൻ്റെ ഷോർട്ട് കട്ട് വഴിയാണ്. ഇതിലേ കൂടെ ഇങ്ങനെ ചാടി പോവാം. അയ്യോ, ഫൈനലി പൊത്തിയാടി താഴെ ഇറങ്ങി. ആ വഴി ഞാൻ കാണിച്ചു തരാം കൈസ്. കണ്ട, ആ കാറിൻ്റെ ഇടയിൽ കൂടെ ഇനി ഇറങ്ങി ഇതിലേ കൂടെ ഇങ്ങനെ വരണം. ഫൈനലി ലാൻഡ്. യെസ് ഗായ്സ്, ഇത് എന്താണെന്ന് ഓപ്പൺ ചെയ്യട്ടാ. ഇപ്പൊ ഗസ് ചെയ്തവർക്ക് കറക്റ്റ് ആണെന്ന് അറിയാം. അപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്യാൻ വേണേ. എന്താണ് നമുക്കിപ്പോ നോക്കാം. ഓക്കെ, റബ്ബർ ബാൻഡ് ആയിരിക്കാം. തുറന്ന് വാ ഇങ്ങോട്ട്. കണ്ട ഗൈസ്, ബബിൾ കോൺ. ഇത്രയും സംഭവങ്ങൾ വെച്ചാണ് നമ്മൾ ഇന്നത്തെ അതായത് ഷോർട്സ് ഷൂട്ട് ചെയ്യാനായിട്ട് പോകണം ഗൈസ്. ഇത് വെച്ച് ഒരു കിട്ടില്ല ചലഞ്ച് ഉണ്ട് ഗൈസ്. അപ്പൊ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ചലഞ്ചാണ്. ഈ വ്ളോഗ് ഇറങ്ങുന്ന ടൈമിൽ നിങ്ങൾ ആ ഷോർട്സ് ഉറപ്പായിട്ട് കണ്ടിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. അതിന്റെ ലിങ്ക് ഞാൻ ആ സൈഡിൽ കൊടുത്തിരിക്കുക. ഇനി നെക്സ്റ്റ് പണി ഷോർട്സ് ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. 3 ടാസ്ക് കിടക്കുകയാണ്. 3 കംപ്ലീറ്റ് ആക്കണം. ഇന്നത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പണിയാണ്. അപ്പൊ അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം ഗൈസ്. അതെന്തൊരു ചെറുതി ഗൈസ്, എന്റെ ദൈവമേ. ഗായ്, സൺസൈഡിലാണെങ്കിൽ നമ്മുടെ ചെലന്തി വലയിട്ട് കിടക്കണം. ഇങ്ങനത്തെ ഒരു ചെലന്തി ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെന്തൊരു ചെലന്തി ഗൈസ്, എന്റെ ദൈവമേ. ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. നമുക്ക് മോളിൽ കയറി നോക്കിയാലേ. വാ, അതിന് ഹൈറ്റിന് ഇപ്പൊ എന്തെടുക്കുക? എന്റെ ഒരു സ്റ്റൂളുണ്ട്, അത് പോയി എടുത്തോണ്ടിരാ. കമോ അയ്യോ. അങ്ങനെ ഫൈനലി നമ്മൾ സ്റ്റൂളിന്റെ മണ്ടേ കയറി ഗൈസ്. ചെലന്തിയുടെ ക്ലോസ് ഷോട്ട് എടുക്കാം. എന്റെ മോനെ, ഇതാണ് ഐറ്റം. എന്റെ പൊന്നോ, എന്തോന്ന് കളർ ഗൈസ്, കണ്ടിട്ട് തന്നെ പേടിയാണ്. കണ്ടില്ലേ, അടിപൊളി. ലൈറ്റ് ഗ്രേ കളറാണ്, കാപ്പിപ്പൊടി കളറാണ്. ഗ്രേ ആണെന്ന് തോന്നുന്നു. കോഫിയും ഗ്രേയും കൂടെ ഉള്ള കളറാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് കളറല്ലേ. കൊള്ളാം, എന്തായാലും അടിപൊളി. ഒരു ദിവസം നമ്മൾ നോട്ടീസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് മൈന്യൂട്ട് ആയിട്ടുള്ളതായാലും ചിലപ്പോൾ വലുതായിട്ടുള്ള ചെറിയ ലെസൺസ് നമുക്ക് കിട്ടും. എന്താണ് അതിൽ നിന്ന് പഠിക്കേണ്ടത് എന്നുള്ള ഓരോ സംഭവങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് കിട്ടും, ഓരോ ലെസൺസ്. കാരണം അത്രയും വിശാലമായി കിടക്കുന്ന ഈ ഒരു
പ്രകൃതിയിൽ നോളജ് എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട ഒരു സംഭവമായിട്ടാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ ഓരോ ജീവികളിൽ നിന്നും ഓരോ സംഭവങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു ലെസൺസ് ഉറപ്പായിട്ടും പഠിക്കാനായിട്ട് കാണും. അത് 100% ഷുവറാണ് ഗൈസ്. പിന്നെ വീട്ടിലെ ഓറഞ്ച് ചെമ്പരത്തി പൂത്തേ കാണിച്ചു തരാം. വലിയ പൂവായിട്ട് സെറ്റ് ആയിട്ടിരിക്കണം കേട്ടോ. കണ്ടോ ഇത് 2 കൊലയുണ്ട് കേട്ടോ. ഇതാണ്ടോ ഇതൊന്ന് മഴ വന്ന ആ ഒരു വെള്ളത്തുള്ളിയൊക്കെ വീണപ്പോഴേ പിക്ചറൈസ് ചെയ്ത് കാണാനായിട്ട് ഭയങ്കര രസമുണ്ട്. ഞാൻ ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാമേ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് മഴ ഇന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എല്ലാം മുടങ്ങി. മണി ഇപ്പൊ 3 മണിയായി. ഗൈസ് ഇത് നോക്കിയാണ് ഇന്നലെ രാത്രി പന്നി വന്നതിന്റെ കാൽപ്പാടാണ്. കണ്ടോ ഇന്നലെ പന്നി വന്നതിന്റെ ഗൈസ്. ഇന്നലെ രാത്രി വീട്ടിന്റെ ഫ്രണ്ടിൽ, അതായത് അടുക്കളയുടെ ബാക്കിൽ വന്ന് നിന്നു ഈ പന്നി. എന്നിട്ട് അമ്മയാണ് കണ്ടത്, ഞാൻ കണ്ടേന്നുമില്ല, ഞാൻ കിടന്ന് ഉറങ്ങി നേരത്തെ. എന്നിട്ട് അവരെൻ്റെ കൂടെ പറഞ്ഞ് പൂച്ചയായിരിക്കുമെന്ന്. എന്നിട്ട് പിന്നെ അവർ എന്നെ നോക്കിയപ്പോൾ അത് പന്നി. പിന്നെ ഓടിച്ചിട്ട് ആ പന്നി രാത്രി ഓടിപ്പോയതിന്റെ പാടാണ് ഇത് കണ്ടത്. എന്റെ അമ്പോ ഇവിടെ ഇഷ്ടംപോലെ പന്നി ഉണ്ട് ഗൈസ് ഓൾറെഡി. ഒരു സംഭവം നടാൻ പറ്റില്ല, എല്ലാം രാത്രി ആകുമ്പോൾ കുത്തി എടുത്തോണ്ട് ഇങ്ങനെ എടുത്തോണ്ടൊക്കെ പോകുന്നത്, അതിന്റെ ആവശ്യത്തിനുള്ള സംഭവങ്ങളെല്ലാം. പിന്നെ ഒരു ദിവസമാണ് ഞാൻ രാവിലെ എണീച്ച് ഇങ്ങനെ കണി കണ്ടത് പന്നിയാണ്. വീട്ടിലുണ്ടായിരുന്ന ചാമ്പിന് ഇങ്ങനെ കുത്തിയെടുത്ത് തലയിൽ 2 കിരീടം പോലെ ഇരിക്കുന്നു. അങ്ങനത്തെ അവസ്ഥയിലാണ് നിന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. ഒരു സംഭവം ഇവിടെ നടാനായിട്ട് സംഭവിക്കില്ല. ഇന്ന് മഴയും പെയ്ത് ഷോർട്സിന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഷോർട്സിന്റെ കണ്ടന്റിനുള്ള സാധനങ്ങളെല്ലാം എടുത്തോണ്ട് വെച്ചു. ഇനി അത് നാളെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നാളെ ആ ഷോർട്സ് വരുവുള്ളെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഷോർട്സ് മുമ്പേ ഒരു വ്ളോഗ് സെക്കൻഡറി വരും. നമ്മൾ ഏതാണ് എഡിറ്റ് ചെയ്ത് ഫസ്റ്റ് ചെയ്യുന്ന അതിനനുസരിച്ച് ഇടാൻ കഴിയും. ഇന്നത്തെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് വർക്കൗട്ട് ചെയ്യണം, ഒന്ന് കുളിക്കണം, സെറ്റ് ആവണം. അപ്പോൾ ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഗൈസ്. അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, വീണ്ടും ഇൻട്രോ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ ഞാൻ എത്തി. പക്ഷേ ഇത് നെക്സ്റ്റ് ഡേ ആണ് ഗൈസ്. ഇന്നലെ 7:45 8 മണിയായപ്പോൾ എന്തോ കറണ്ട് പോയിട്ട് പിന്നെ വെളുപ്പം കാലമായപ്പോഴാണ് വന്നത്. പിന്നെ എനിക്ക് എഡിറ്റിംഗ് ഒരു സംഭവം ഞാൻ കുറച്ച് റീഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്. ഒരു സംഭവം ഇന്നലെ നടന്നില്ല ഗൈസ്. മൊത്തത്തിൽ അത്രയും ടൈം ഒന്നും നടന്നില്ല. ഇപ്പൊ ഏകദേശം 9 മണി സംതിങ് ആയപ്പോഴാണ് ഞാൻ എണീച്ചത്. അപ്പൊ ഇനി ഇന്നത്തെ പരിപാടികൾ കുറെ സംഭവങ്ങളുണ്ട് ഗൈസ്. അപ്പൊ അതെല്ലാം കൂടെ നാളത്തെ വ്ളോഗിൽ വരും ഗൈസ്. ഓക്കെ, അപ്പൊ ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ളോഗ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. നിങ്ങളെല്ലാം വീഡിയോ ഫുള്ള് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ വ്ളോഗ് നിങ്ങൾ ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ ഹോപ്പ് ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പൊ എനിക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് തരിക ഗൈസ്. എങ്കിലും മാത്രമേ എനിക്ക് കിട്ടില്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻജോയ് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വ്ളോഗ് കാണുമായിരിക്കും. ബൈ.